കൊച്ചി വൈപ്പിനിൽ നിന്നും നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, ഇപ്പോൾ കൊച്ചിയിലെ അവസ്ഥ എന്താണ്? കാരണം ചെറിയൊരു മഴ പെയ്താൽ തന്നെ വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന ഒരു പ്രദേശം കൂടിയാണല്ലോ. നിലവിൽ ഇപ്പോൾ കൊച്ചിയിലെ സ്ഥിതി എന്താണ്? ദേവിക, ജില്ലയിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ്. മഴയ്ക്ക് ചെറിയ ശമനമെന്ന് മാത്രം നമുക്ക് പറയാം. ഇന്നിപ്പോൾ രാവിലെ ഒരു ചെറിയ മഴ പെയ്തു. ഇന്നലെ ഉച്ച മുതൽ തന്നെ ഇടവിട്ടാണ് മഴ പെയ്യുന്നത്. മഴ ഒന്ന് ശമിച്ച സാഹചര്യമാണ് കൊച്ചിയിലേത്. ഇന്ന് രാവിലെ മഴ പെയ്തിട്ടുണ്ട്. എന്തായാലും ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളിൽ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. നദികളിലെല്ലാം തന്നെ ജലനിരപ്പ് ഉയർന്നു തന്നെയാണ്. മലങ്കര ഡാമിൻ്റെയും പുതുത്താൻകെട്ട് ഡാമിൻ്റെയും ഒക്കെ എല്ലാ ഷട്ടറുകളും തുറന്നിട്ടുണ്ട്. അതുകൊണ്ട് നദീ തീരങ്ങളിലുള്ളവർക്ക് ഇപ്പോഴും ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. തൃക്കാക്കരയിലും മൂവാറ്റുപുഴയിലുമായി ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 3 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇതുവരെ തുറന്നിട്ടുള്ളത്. ജില്ലയിൽ ഇതുവരെ മഴക്കെടുതിയിൽ 230 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. 230 വീടുകൾ ഭാഗികമായും 3 വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. എന്തായാലും മഴക്കെടുതികൾ ഇപ്പോഴും തുടരുകയാണ്. ദേവിക പറഞ്ഞതുപോലെ തന്നെ ചെറിയൊരു മഴ പെയ്താൽ പോലും നഗരം വെള്ളക്കെട്ടിലാകും. ആ രീതിയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇടവിട്ട മഴ തുടരുകയാണ്. യെല്ലോ അലർട്ട് മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. ഡാമുകളുടെ തീരങ്ങളിലും നദീതീരങ്ങളിലും ഒക്കെ താമസിക്കുന്ന ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഴയ്ക്ക് ചെറിയ ശമനമാണ് എറണാകുളത്തുള്ളത്. തീരദേശ മേഖലയെ സംബന്ധിച്ചിടത്തോളം കടലാക്രമണം അതിശക്തമായി തന്നെ തുടരുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാം മത്സ്യത്തൊഴിലാളികളാണ്. കഴിഞ്ഞ 2 ആഴ്ചയായി അവർക്ക് കടലിൽ പോകാൻ കഴിയുന്നില്ല. കടലിൽ പോകരുത് എന്നുള്ള മുന്നറിയിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളി മേഖല വളരെ അധികം ദുരിതത്തിലാണ്. നമുക്കറിയാം ഈ കപ്പൽ നിന്നും ടാങ്കറുകൾ ഒക്കെ കടലിലേക്ക് വീണ ആ ഒരു സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് ഈ മത്സ്യം കൊണ്ടുവന്നാൽ ആരും വാങ്ങാത്ത കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ കടലിൽ പോകാത്ത ആ ഒരു സമയത്ത് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത് 1000 രൂപ മാത്രമാണ്. ഈ 1000 രൂപ ഒരു രീതിയിലും അവർക്ക് 1000 രൂപ കൊണ്ട് ഒരു തരത്തിലും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളി സംഘടനകളെല്ലാം തന്നെ വലിയ പ്രതിഷേധത്തിലാണ്. കൂടുതൽ ധനസഹായം മത്സ്യത്തൊഴിലാളികൾക്ക് വേണം എന്ന ഒരു ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. എന്തായാലും നമ്മുടെ ഒപ്പം ഇപ്പോൾ ഉള്ളത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളി യൂണിയൻ നേതാവായ PV ജയനാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് വിവിധ ആവശ്യങ്ങളുണ്ട്. ഈ 1000 രൂപ എന്നുള്ള സർക്കാർ ധനസഹായം ഒട്ടും പര്യാപ്തമല്ല എന്നാണ് പറയുന്നത്. കടലിൽ പോകാതായിട്ട് ദിവസങ്ങളായി. നിലവിൽ എന്താണ് മത്സ്യത്തൊഴിലാളി മേഖല അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ? കടലിൽ മത്സ്യലഭ്യത കുറവുണ്ട്. അത് അധികം നാളായിട്ടുണ്ട്. മത്സ്യലഭ്യത തീരെ കുറവാണ്. അപ്പം ഞങ്ങൾ വലിയ കടക്കണിയിലാണ്. ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ എല്ലാവരും ഭയങ്കര വലിയ കടക്കണിയിലാണ്. അതങ്ങനെ നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പം കപ്പൽ മുങ്ങിയതും ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. കപ്പൽ മുങ്ങിയതിൻ്റെ പശ്ചാത്തലത്തിൽ ചില മാധ്യമങ്ങൾ, ഓൺലൈനിലൊക്കെ മാധ്യമങ്ങളായാലും നമ്മുടെ ചെറിയ മാധ്യമങ്ങളൊക്കെ ആയാലും ചെറിയ രീതിയിൽ ആ ഒരു വ്യത്യസ്തപ്പെട്ട രീതിയിൽ ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ കാൽസ്യം കാർബൈഡ് അല്ലെങ്കിൽ ആ ഓയിൽ വെള്ളത്തിൽ ലയിച്ചാൽ തന്നെ അപ്പം തന്നെ ബാഷ്പീകരിച്ച് പോകുന്ന ഒന്നാണ്. കാൽസ്യം കാർബൈഡ് എന്ന് പറയുന്ന സാധനം ഇവിടെ പഴവർഗ്ഗങ്ങളൊക്കെ പഴുപ്പിക്കാൻ വേണ്ടി സാധാരണ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അത് തന്നെയല്ല, മത്സ്യങ്ങളൊക്കെ ഈ വെള്ളത്തിൽ ഇതുപോലുള്ള കപ്പൽ മുങ്ങുന്നത് അല്ലെങ്കിൽ ബോട്ട് മുങ്ങുന്നതൊക്കെ സർവ്വസാധാരണമാണ്. എണ്ണമയമുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഈ മത്സ്യങ്ങളൊക്കെ കൂട്ടത്തോട് മാറി നിൽക്കുന്ന ഒരു സ്വഭാവമാണ്. അല്ലാണ്ട് ഇത് കൂട്ടത്തോട് മത്സ്യം വന്ന് ഇത് ഭക്ഷിച്ചിട്ട് കൂട്ടക്കുരി മത്സ്യങ്ങൾ എങ്ങനെ ആത്മഹത്യാശ്രമമൊന്നും നടത്താറില്ല. അതൊക്കെ വെറും മണ്ടത്തരമാണ്. നമ്മുടെ ചാനലുകാരായാലും ഓൺലൈൻ മാധ്യമങ്ങളായാലും പ്രചരിപ്പിക്കുന്നത് വളരെയധികം മണ്ടത്തരമാണ്. എത്ര ദിവസമായി മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയിട്ട്? ഇപ്പോൾ ഒരു 15 ദിവസത്തോളമായി മത്സ്യത്തൊഴിലാളികൾ തീരെ കടലിൽ പോയിട്ട്. കാരണം മത്സ്യത്തൊഴിലാളികൾക്കൊന്നുമില്ല. ഒരാൾ മുതൽ 65 ആളോളം മത്സ്യബന്ധനം നടത്തുന്ന പോകുന്ന യാനങ്ങളാണ് നമ്മുടെ കടലിലുള്ളത്. അങ്ങനെയുള്ള യാനങ്ങളിൽ ഏതാനും ചില വള്ളങ്ങളൊക്കെ മാത്രമേ പോകുന്നുള്ളൂ. എല്ലാവർക്കും പൂർണ്ണമായിട്ട് പോകാനുള്ളൊരു മത്സ്യസമ്പത്തില്ല കടലിൽ. അതുകൊണ്ട് തന്നെയാണ് വലിയൊരു ബാധ്യതയിൽ വലിയൊരു കടക്കണിലാണെന്ന് ഞാൻ പറയുന്നത്. ഇനിയിപ്പം അടുത്ത് തന്നെ ട്രോളിംഗ് നിരോധനമൊക്കെ വരാൻ പോകുന്നു. ട്രോളിംഗ് നിരോധനം വരാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പം ഇനി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് നിൽക്കുന്നത്. അപ്പോഴാണ് ഈ കപ്പലിൻ്റെ ഒരു വലിയ വിഷയം ഇവിടെ നിൽക്കുന്നത്. ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ട ഉദ്ദേശത്തിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ ഇന്നലെ യോഗം കൂടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ യോഗം കൂടിയപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ജനങ്ങളെ ബോധവൽക്കരിക്കുക. ഈ തെറ്റായ ധാരണകളൊക്കെ മാറ്റിയിട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നൊരു കാര്യമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ യോഗം കൂടിയത്. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ സംബന്ധിച്ചത് പറയുന്നത്, ഞങ്ങൾ ഭക്ഷ്യമേള നടത്താൻ തീരുമാനിച്ചേക്കാണ് വരുന്ന ശനിയാഴ്ച 7-ാം തീയതി. കടലിൽ നിന്ന് കൊണ്ടുവരുന്ന ആ മത്സ്യം നേരിട്ട്
ജനങ്ങൾക്ക് ഭക്ഷ്യയോഗ്യമാക്കുന്ന രീതിയിൽ കൊടുക്കാനുള്ളൊരു തീരുമാനമാണ് ഞങ്ങൾ എടുത്തേക്കുന്നത്. അതായത് ഇപ്പോൾ ഈ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയി കൊണ്ടുവരുന്ന ഈ മത്സ്യം ആളുകൾ വാങ്ങില്ല എന്നൊരു ധാരണ ഇപ്പോഴും നിങ്ങൾക്കിടയിലുണ്ട് അല്ലെ, നിലനിൽക്കുന്നുണ്ട്? അതെ, അത് വെറും തെറ്റിദ്ധാരണയാണ്. ഇപ്പം ഈ കാൽസ്യം കാർബൈഡിൻ്റെ പേരാണ് ഈ പറയുന്നത്. കാൽസ്യം കാർബൈഡ് എന്ന് പറഞ്ഞ സാധനം പഴവർഗ്ഗങ്ങളൊക്കെ പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് സാധാരണ എല്ലാ നിത്യോപയോഗ കടകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അതിപ്പോൾ മത്സ്യം ഭക്ഷിച്ചു എന്നാണ് പറയുന്നത്. മത്സ്യം ഭക്ഷിക്കാനായിട്ട് അങ്ങനെ നിൽക്കില്ല. കാരണം കടലിൽ എണ്ണമയോ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ആ പ്രദേശത്ത് നിന്ന് തന്നെ മത്സ്യങ്ങൾ മാറിപ്പോകുന്ന ഒരു രീതിയാണ്. കടൽ അതിവിശാലമല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മത്സ്യങ്ങൾ കൂട്ടാത്മഹത്യക്ക് ശ്രമിക്കുമോ? ഇതൊക്കെ ശ്വസിച്ചുകൊണ്ട് ആത്മഹത്യക്ക് ശ്രമിക്കുമോ? വെറും മണ്ടത്തരമാണ്. അത് ഏത് ചാനലായാലും അല്ല ഏതെങ്കിലും മാധ്യമങ്ങളായാലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ വലിയ മണ്ടത്തരം തന്നെയാണ്. അതിനകത്തൊരു ആശയവും കാണുന്നില്ല. ജനങ്ങൾ ഇത് പൂർണ്ണമായിട്ടും മത്സ്യം ഭക്ഷിക്കാം, അതിന് യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടാകും. അതുപോലെ തന്നെ സർക്കാർ ഇപ്പോൾ നിങ്ങൾക്ക് പ്രഖ്യാപിച്ച ധനസഹായം 1000 രൂപയും 6 കിലോ അരിയും, ഇത് മത്സ്യത്തൊഴിലാളികൾക്ക് ഇതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുമോ? മത്സ്യത്തൊഴിലാളികൾക്ക് എന്തെങ്കിലും ചെറിയൊരു സഹായം എന്നുള്ള രീതിയിൽ മാത്രമേ അതായുള്ളൂ. അതിന് ഒരു പൂർണ്ണത വന്നിട്ടില്ലല്ലോ. മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്വാസം മാത്രമല്ലല്ലോ നൽകേണ്ട, അവരുടെ ഉത്തരവാദിത്വം വലിയ ബാധ്യതയിലാണ്. ഇപ്പോൾ എല്ലാ മത്സ്യത്തൊഴിലാളികളും വലിയ ദുരന്തത്തിലാണ്, വലിയ കടബാധ്യതയിലാണ്. അപ്പോൾ അവർക്ക് ഒരു ആശ്വാസം മാത്രം നൽകിക്കൊണ്ട് കാര്യമില്ലല്ലോ, അവരെ കാര്യമായിട്ട് പരിഗണിക്കണ്ടേ. അതുകൊണ്ട് ഗവൺമെൻറ് അവരെ കാര്യമായിട്ട് പരിഗണിക്കാനുള്ള നടപടി ഉണ്ടാകണം. 1000 രൂപ എന്നുള്ളത് വർദ്ധിപ്പിക്കണം. അതൊരു ചെറിയ ഇതാ മാത്രമായിട്ട് മാറിയിരിക്കുകയാണ്. 6 കിലോ അരിയൊക്കെ കിട്ടിയിട്ട് നമുക്കിപ്പോൾ എന്താ സംഭവിക്കുക? ഇത് 1, 2, 3, 4 ദിവസം ജീവിക്കുക, അത്രയല്ലേ ഉള്ളൂ. 1000 രൂപ കൊണ്ട് ഇന്നിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമോ? അപ്പോൾ അതൊരു ചെറിയ സാമ്പത്തിക സഹായം മാത്രം, അതല്ല നമുക്ക് വേണ്ടത്. നമ്മളെ ഗവൺമെൻറ് മനസ്സിലാക്കണം, മത്സ്യത്തൊഴിലാളി വിഭാഗം എന്ന് പറയുന്ന വിദേശ നാണ്യം നേടിത്തരുന്ന ഈ ഒരു വലിയ വിഭാഗത്തിനെ ഇവിടെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അവരുടെ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും മത്സ്യത്തൊഴിൽ ചെയ്യുന്നതിനും അവർക്ക് വേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാനായിട്ട് ഗവൺമെൻറ് ശ്രമിക്കണം. അതാണ് വേണ്ടത്. ഇപ്പോഴുള്ള ഈ പ്രശ്നം, കടലിലെ പ്രശ്നങ്ങളെന്ന് വെച്ചാൽ ഈ കാൽസ്യം കാർബൈഡ് എന്ന് പറയുന്ന പെട്ടി അത് താഴെ തട്ടിൽ ഇപ്പോഴും കപ്പലിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുകയാണെന്നാണ് പറയണത്. ബാക്കി അന്ന് സാധനങ്ങൾ മുഴുവൻ കാലി കണ്ടെയ്നറിലായിരുന്നു. ഇലക്ട്രോണിക് സാധനങ്ങളും പഞ്ഞികളും അതുപോലുള്ള മറ്റുള്ള കാർഷിക എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, അതിൽ പേടിക്കേണ്ടതായിട്ടുള്ള യാതൊരു കാര്യമില്ലെന്നും കേരളത്തിലെ ശാസ്ത്രകാരന്മാരും ഇപ്പോൾ CMFR അടക്കമുള്ള കുഫോസ് സിഫ്റ്റ് സ്ഥാപനങ്ങളൊക്കെ നമ്മളിവിടെ പറയുന്നു. ഒരു കുഴപ്പവും ഇത് മത്സ്യം ഭക്ഷിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ലെന്ന് പറയുന്നു. ഇത്തരത്തിലുള്ള ആളുകൾക്കിടയിലുണ്ട്. അത് മത്സ്യമേഖലയെ തന്നെ സാരമായ രീതിയിൽ ബാധിക്കുന്ന ഒന്നാണ്. കടലേറ്റം, ഒപ്പം തന്നെ വരാൻ പോകുന്ന കാലവർഷം ഒക്കെ മത്സ്യത്തൊഴിലാളികളെ കാത്തിരിക്കുന്നത് വലിയ ഒരു ദുരിതകാലം തന്നെയാണ്. സർക്കാർ ഇതിന് പരിഹാരം എത്രയും വേഗം കാണണമെന്നതാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. ദേവിക.